ദോശയിലൂടെ കഴിക്കുന്ന മുളക് പൊടി ഉണ്ടാക്കാൻ പോവുകയായിരുന്നു. അതിന് വേണ്ടി പരിപ്പ് വറക്കണം. കടലപ്പരിപ്പാണ് ഇടാൻ. അതില്ലാത്തതുകൊണ്ട് പിന്നെ സാമ്പാർ പരിപ്പ് തന്നെ വറക്കണം. നല്ലവണ്ണം വറക്കണം, എന്നാലും നല്ല പൊടിയും. അടുത്തതായിട്ട് ഉഴുന്ന് വറക്കണം. ഉഴുന്ന് നല്ല ചുമക്ക വറക്കണം. അങ്ങനെ ഉഴുന്ന് വറുത്ത് ഉഴുന്ന് വറുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് കായിലിട്ടുമ്പോൾ പൊടിപൊടായിരിക്കണം. പൊടിപൊടായ കുറച്ച് പൊടിച്ചിട്ട് മൂത്ത മോളുണ്ട്, അവൾക്കും കൊടുക്കും. നമുക്ക് ഇത്രയും വേണ്ട. കണ്ട കുറച്ച് പരിപ്പ് കൂടുതൽ ഇരുന്നുകൊണ്ട് കുറച്ച് ദിവസമായി ഉഴുന്നപ്പോൾ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുമ്പോൾ അവളും ഇവളും ജോലിക്ക് പോവുകയില്ല. അപ്പം പിന്നെ അവൾക്ക് വറക്കാനൊന്നും നേരം കാണില്ല. അപ്പോൾ കുറച്ച് കൊടുക്കും. മുളക് വറക്കും. അതിൻ്റെ നെട്ടെടുക്കണം വറുത്തിട്ട്. മുളക് ഇടണം, ഉപ്പും കായപ്പൊടിയും കരിവേപ്പിലയും കൂടെ. മുളക് പൊടി റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളിയും കരിവേപ്പിലയും മുളകും എല്ലാം ഇട്ട് ചതച്ച് എല്ലാം ആയി. ഇനി കായവും വേണം. എന്നിട്ട് കുപ്പിയിൽ കയറി വയ്ക്കണം. 2 കുപ്പിയിലോട്ട് കായപ്പൊടി അത്ര ഇട്ട് എല്ലാം നല്ല വൃത്തിയിൽ മിക്സ് ചെയ്യണം. മുളക് പൊടി റെഡി ആയിട്ടുണ്ട്. നാളെ ഇഡലിയ ദോശ ചുട്ടിട്ട് മുളക് പൊടിയായിട്ട് കഴിക്കണം. ഞാൻ പൊടി ഇങ്ങനെ തന്നെ നിങ്ങൾ മുളക് പൊടി ഉണ്ടാക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പരിപ്പ്, ഉഴുന്ന്, മുളക്, കായപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, കരിവേപ്പില ഇത്രയും ഞാൻ ഇടും. നിങ്ങളെന്തൊക്കെ ഇടുമെന്നുള്ളത് പിന്നെ ഇത്രയും ഞാൻ ഇടത്തുള്ളൂ. എല്ലാവരും കമൻറ്റ് ഇടണേ. മുളക് പൊടി ഇങ്ങനെ എന്നെ ഉണ്ടാക്കണേന്ന് എന്നറിയാൻ വേണ്ടിയാണ്. ഇവിടെ